ഭാഗവതത്തോളം പ്രചാരം മറ്റൊരു ആധ്യാത്മിക ഗ്രന്ഥങ്ങൾക്കും ലഭിച്ചിട്ടില്ല. അതിന് കാരണം അതിൻ്റെ മാധുര്യമാണ്. വേദമാകുന്ന കരിമ്പിൻ്റെ രസമാണ് ഭാഗവതം എന്നാണ് പറയാറുള്ളത്. നമുക്ക് ഏറ്റവും പ്രിയമുള്ള ആഹാരം ഏറ്റവും ഫലപ്രദമായ ഔഷധം കൂടിയായാൽ അതിൻ്റെ മൂല്യം കൂടും. അതുപോലെ ഭാഗവതം നമ്മെ ആകർഷിക്കുകയും വശീകരിക്കുകയും മാത്രമല്ല, അത് നമ്മെ ശുദ്ധീകരിക്കുകയും അനുഭൂതിയിലേക്ക് ഉയർത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് ഭാഗവതം ഭഗവാന്റെ പ്രത്യക്ഷ രൂപം തന്നെ എന്ന് പറയുന്നത്. ഭഗവാന്റെ കഥകളിലൂടെ, അനേകം ഭക്തരുടെ കഥകളിലൂടെ ഭക്തിയുടെ നിരവധി തലങ്ങളും മുഖങ്ങളും ഭാഗവതം നമുക്ക് കാട്ടിത്തരുന്നു. പരീക്ഷിത് മഹാരാജാവിന് ജീവിതത്തിൽ വലിയൊരു തിരിച്ചടി നേരിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്തിയും വിശ്വാസവും നഷ്ടമായില്ല. നേരെ മറിച്ച് മരണം മുന്നിൽ കണ്ടപ്പോൾ തീവ്ര വൈരാഗ്യം ഉണർന്നു. ഭാഗവത ശ്രവണത്തിലൂടെ വെറും 7 ദിവസം കൊണ്ട് ജീവിതത്തിൻ്റെ പരമമായ സാഫല്യം നേടി. ഏത് ഭാവത്തിൽ എത്രമാത്രം ശ്രദ്ധയോടെ ഭാഗവതം കേൾക്കണമെന്ന് പരീക്ഷിത് നമുക്ക് കാട്ടിത്തരുന്നു.